മുൻപ് തനിയൊരുവൻ സിനിമയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ആ പടം ഞാൻ കണ്ടത് മൊബൈൽ ഫോണിലായിരുന്നു. സോ അന്നേ തീരുമാനിച്ചതാണ് ഇതേ കൂട്ടുകെട്ടിൽ ബൈ ചാൻസ് ഇനി മറ്റൊരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇത് ഞാൻ കണ്ടത് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 2 സ്ക്രീനുള്ള ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ പടം തുടങ്ങി പോലീസുകാരനായ നായകൻ വരുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള ക്രൈം അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാറ്റേണിലുള്ള ഒരു ക്രൈം ചെയ്തിരിക്കുന്നത് തനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ വില്ലന്റെ എൻട്രി. അപ്പൊ ഇവിടെ വില്ലനിലുള്ള യുണീക്ക് എലമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ആള് വേറെ ആളുകളെ വിട്ടാണ് ക്രൈം ചെയ്യിക്കുന്നത്. അപ്പൊ വില്ലന്മാര് തങ്ങളുടെ അനുയായികളെ വിട്ട് ഓരോരോ കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നത് പഴയ പരിപാടി തന്നെയല്ലെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ ഇവിടെ വില്ലൻ ക്രൈം ചെയ്യാൻ വിടുന്നത് സ്വന്തം അനുയായികളെയല്ല, മറിച്ച് അയാൾക്ക് തോന്നുന്ന റാൻഡം ആളുകളെയാണ്. അതെങ്ങനെ സാധിക്കും? യെസ്, അതാണ് ഈ സിനിമയുടെ കോർ എലമെന്റ്. തീർച്ചയായും തനിയൊരുവിന്റെ ഹാങ് ഓവറിൽ അതേപോലെ ഒരു ഹീറോയുടെയും അതേപോലെ ഒരു വില്ലന്റെയും കഥ നമുക്ക് വീണ്ടും കാണിച്ചു തന്നാൽ അത് ആവർത്തന വിരസതയുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആ വഴിയല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിയാണ്, നായകനായ ജയം രവി പോലീസുകാരനും ഓപ്പോസിറ്റ് നിൽക്കുന്ന അരവിന്ദ് സ്വാമി വലിയൊരു വില്ലനുമൊക്കെ തന്നെ. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് മാറും. അതായത് മേൽപ്പറഞ്ഞ നായകൻ വില്ലനും വില്ലൻ നായകനും ഒക്കെയായി മാറും. അത് അവർ ചെയ്യുന്ന പ്രവൃത്തി മൂലമാണോ, അവരുടെ ഐഡിയോളജീസ് മാറുന്നതിലൂടെയാണോ, അതോ ഇനി മറ്റു പലതിലൂടെയുമാണോ എന്ന് സിനിമ കാണാത്തവർക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. സോ ഓവറോൾ ഈ സിനിമയെ പറ്റിയുള്ള എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് തനിയൊരുവൻ പോലെ എല്ലാം കൺട്രോൾഡായി പിടിച്ച് വേണ്ട സ്കെയിലിൽ ചെയ്തൊരു സിനിമയല്ല ഇത്. അതായത് തനിയൊരുവൻ ഒരിക്കലും ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റഡ് തമിഴ് സിനിമ ആയിരുന്നില്ല. എന്നാൽ ഇവിടത്തേക്ക് എത്തുമ്പോൾ ഇതിലെ ലവ് ട്രാക്ക് ആയാലും മറ്റു പല കാര്യങ്ങളായാലും നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓവർ ദ ടോപ്പ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു കോർ എലമെന്റിൽ അക്കാലത്തും അതിനു മുൻപും മറ്റൊരു ഇന്ത്യൻ സിനിമ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിഫ്രഷിംഗ് ആയിരുന്നു. ഇപ്പോഴും ഇതിന്റെ കോർ എലമെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും.